ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് ഇന്നലെയായിരുന്നു സുവോളജിൻ്റെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞത്. ഞാൻ ഫിസിക്സിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇന്നലെ ഇടാണ്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് വെറും കുറച്ച് സബ്ബേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് എൻ്റെ ഫിസിക്സിൻ്റെ മാത്സിൻ്റെ വീഡിയോ ഒക്കെ ചെറിയൊരു റീച്ച് കിട്ടിയിട്ട് പുതിയ നല്ല സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടായി. കുറേ പേര് നല്ല കമൻസ് ഇട്ട് എനിക്ക് സാഡ് ആയിരുന്ന ടൈമിൽ ഫിസിക്സിലൊക്കെ നല്ല കമൻസ് ഇട്ട് എന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് വളരെയേറെ നന്ദി പറയുകയാണ്. അപ്പോൾ തുടർന്ന് ഇതേപോലെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി സുവോളജിൻ്റെ എക്സാമിൻ്റെ കാര്യത്തിലേക്ക് വരാം. എക്സാമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും മോഡൽ പങ്കെടുത്ത് കണ്ട പോലെ നല്ല ഈസി എക്സാം തന്നെയാണ് സുവോളജിൻ്റെ പ്രാക്ടിക്കൽ. അപ്പോൾ ഈ സുവോളജിൻ്റെ പ്രാക്ടിക്കലിൽ നമ്മൾ പറഞ്ഞ പോലെ വെർട്ടേബ്രേറ്റ്സ്, ഇൻവെർട്ടേബ്രേറ്റ്സ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും എഴുതാനും, പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നെങ്കിൽ കോക്രോച്ച് അല്ലെങ്കിൽ ഫ്രോഗ് ഇത് വരയ്ക്കാൻ, അതൊക്കെയായിരുന്നു നമുക്ക് എല്ലാം അറിയാമല്ലോ. ആ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ എനിക്ക് വന്നത് ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരയ്ക്കാനാണ്. പിന്നെ ചീക്കപ്പിത്തിരിയായിരുന്നു എനിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും നല്ല രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എഴുതേണ്ടതും എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 1-2 ചെറിയ മിസ്റ്റേക്സ് പറ്റിയിരുന്നു. മിസ്റ്റേക്സ് എന്താ വെച്ചാൽ, ഞാൻ മറ്റേ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഉണ്ടല്ലോ, ജോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാണ്ടായിരുന്നു. അതിൽ എനിക്ക് ഷോൾഡർ ജോയിൻ്റ് എന്നിട്ട്, പക്ഷേ ആ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് മറന്നു. ഞാൻ എന്നിട്ട് പൈവട്ട് ജോയിൻ്റ് എന്നൊക്കെ എഴുതിപ്പോയി. അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് 1-2 പറ്റി. അതേമാതിരി ഞാൻ മസിൽസ് എഴുതിയപ്പോൾ സ്ട്രിയേറ്റഡ് മസിൽ എഴുതിയത്, കൂടെയുള്ള കുറച്ച് പേര് പറഞ്ഞാൽ അവർ കാർഡിയക് മസിൽ എഴുതിയിരുന്നു. അപ്പോൾ അതിൽ ഏതാണെന്ന് എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. അങ്ങനെ 1-2 മിസ്റ്റേക്സ് വരുത്തിയിരുന്നു. ഇതിന് മാർക്ക് പോകുന്നൊന്നും അറിയില്ല. ബാക്കി കുഴപ്പമില്ലായിരുന്നു. പിന്നെ മറ്റേ ചീക്കപ്പത്തിയിലും ചെയ്തിട്ട് എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല. മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. 5-6 വട്ടമൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ആ ചീക്കപ്പത്തീലത്തിൻ്റെ അത് കിട്ടിയത്. പിന്നെ മറ്റേ പ്രോട്ടീൻ്റെ ടെസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈസി ആയി. പ്രോട്ടീൻ അല്ല, ആൽബുമിൻ്റെ ടെസ്റ്റ് ഈസി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എക്സാമിനിറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. ഇൻവിജിലേറ്റർ ആ കുഴപ്പമില്ലാത്ത ഒരു നല്ല ടീച്ചറായിരുന്നു. പിന്നെ ഇൻവിജിലേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ടീച്ചറായിരുന്നു. പിന്നെ വൈവ എല്ലാവർക്കും അറിയാമല്ലോ, ആകെ 1 മാർക്കിനെ നമുക്ക് സുവോളജിൻ്റെ വൈവ ചോദിക്കുള്ളൂ. അപ്പോൾ ആ 1 മാർക്കിനുള്ള ഈസി ചോദ്യങ്ങൾ ചോദിച്ചു, വൈവയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സുവോളജിൻ്റെ എക്സാമിൻ്റെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ 1-2 ചെറിയ മിസ്റ്റേക്സ് വരുത്തി, അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുവോളജി പ്രാക്ടിക്കലോ വേറെ ഏതെങ്കിലും പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ എക്സാമിനെ പറ്റി പറയുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ.